നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും വലിയ ആവേശത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കേവലം 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. എങ്ങും സ്ഥാനാർത്ഥികളുടെ പ്രചരണങ്ങളും സ്ഥാനാർത്ഥികളുടെ അനൗൺസ്മെന്റ് വാഹനങ്ങളും മാത്രമാണ്. ഏറ്റവും അധികം വീറും വാശിയും നടക്കുന്ന ഒരു മത്സരം അത് കേരളത്തിൽ മറ്റൊരിടത്തുമായിരിക്കില്ല. അത് തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിലായിരിക്കും. സത്യത്തിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വീറും വാശിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനുള്ള മത്സരം. എന്നാൽ ഇക്കുറി BJP തുടക്കം മുതൽ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഒരു അപ്പർ ഹാൻഡ്, ഒരു മേൽക്കോയ്മ പ്രചരണത്തിൽ നേടി എന്നുള്ളത് CPM-കാരും കോൺഗ്രസുകാരും തന്നെ സമ്മതിക്കും. എന്നാൽ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി ചില പ്രീ പോളിംഗ് ഏജൻസികൾ, ചില സർവേകൾ ഒക്കെ നമുക്കിടയിലേക്ക് വരുന്നുണ്ട്. ആ സർവേ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആ സർവേ പറഞ്ഞു വെക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP 3-ാം സ്ഥാനത്തേക്ക് വരുമെന്നാണ്. ചിലപ്പോ ആ സർവേയുടെ ആധികാരികതയിലേക്ക് നമ്മൾ പോകുമ്പോൾ ചിരി ഉണ്ടാകും നമുക്ക്. കാരണം ആ സർവേ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ലോക്പോൾ സർവേയാണ്. ലോക്പോൾ സർവേയുടെ ആധികാരികതയിൽ ലോക്പോൾ സർവേ അധികരിച്ചുകൊണ്ട് മലയാളത്തിലെ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഡിജിറ്റൽ മാധ്യമങ്ങൾ, യൂട്യൂബ് മാധ്യമങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചറപറാലിങ്ങനെ സർവേ പുറത്തുവിടുകയാണ്. ലോക്പോൾ സർവേ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ലോക്പോൾ സർവേ പറയുന്നത് എങ്ങനെയാണ്? ആ ലോക്പോൾ സർവേ പറയുന്നത് തലസ്ഥാനത്ത് ആർക്കും തന്നെ കേവല ഭൂരിപക്ഷമായ 51 52 കിട്ടില്ല. 41 മുതൽ 45 സീറ്റ് വരെ നേടി LDF 1-ാം സ്ഥാനത്തേക്ക് എത്തും. 2-ാം സ്ഥാനത്ത് ആരെന്നറിയാമോ? 2-ാം സ്ഥാനത്ത് വരുന്നത് UDF ആണ്. UDF-ന്റെ നേതാവ് പോലും ഇത് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. 39 സീറ്റ് മുതൽ 43 സീറ്റ് വരെ നേടി UDF, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF 2-ാം സ്ഥാനത്ത് വരും. BJPക്ക് കിട്ടുന്നതോ 18 മുതൽ 22 വരെ സീറ്റുകൾ. ഈ ലോക്പോൾ സർവേ ആരാണ് എന്നത് കേൾക്കുമ്പോഴാണ് തലസ്ഥാനവാസിക കാര്യം മനസ്സിലാകുന്നത്. ഈ ലോക്പോൾ സർവേ ആണ് കനഗോലു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് എക്സ്പെർട്ട്, കോൺഗ്രസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തുകയും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ഒരുക്കി കൊടുക്കുകയും കോൺഗ്രസിന് വേണ്ടി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാജ്യത്തൊട്ടാകെ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുക്കും ചുമതലകളും നടപ്പാക്കുകയും ചെയ്യുന്ന കനഗോലുവിന്റെ ഏറ്റവും അടുത്ത ഏജൻസിയാണ് ലോക്പോൾ ഏജൻസി. ഈ ഏജൻസിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യം വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും പറഞ്ഞു വെച്ചത് ഈ ലോക്പോൾ ഏജൻസിയാണ്. ഇത് മാത്രവുമല്ല, ഇവർ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. അതിൽ ചക്ക വീണ് മുയൽ എത്തതുപോലെ 1-2 സ്ഥലത്ത് കൃത്യമായി ബീഹാറിലടക്കം 8 നിലയിൽ പൊട്ടി ഈ ലോക്പോൾ ഏജൻസിയുടെ, ലോക്പോൾ സർവേയുടെ തെരഞ്ഞെടുപ്പ് പ്രവചനം. ആ ലോക്പോൾ സർവേയാണ് ഇപ്പോൾ ഇവിടെ പുതിയൊരു സർവേയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ആ ലോക്പോളിന്റെ സർവേ അധികരിച്ചുകൊണ്ട് ചറപ്പറ അങ്ങ് വാർത്തകളാണ്. തിരുവനന്തപുരത്ത് BJP 3-ാം സ്ഥാനത്തേക്ക്, തിരുവനന്തപുരത്ത് ഫിനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയരും കോൺഗ്രസ്. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ശബരിനാഥൻ കവടിയാറിൽ കിടന്ന് വെള്ളം കുടിക്കുന്നത് നമുക്കറിയാം. കവടിയാറിൽ ശബരിനാഥൻ പോലും ജയിക്കുമോ എന്ന് കോൺഗ്രസിന് ഉറപ്പില്ല. അവിടെയാണ് കോൺഗ്രസിന് 43 മുതൽ 44 സീറ്റ് വരെ ഈ ലോക്പോൾ സർവേ പ്രവചിക്കുന്നത്. ഈ ലോക്പോൾ സർവേ അധികരിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്യുന്ന ചില യൂട്യൂബ് ചാനലുകൾ, അവര് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നത് BJP കഴിഞ്ഞ തവണ വിജയിച്ചതിൽ 10 സീറ്റുകൾ തോൽക്കും, ആ സീറ്റുകൾ ഏതൊക്കെയൊന്ന് അവർ പറഞ്ഞു തരികയാണ്. എന്തൊരു വിരോധാഭാസം എന്ന് ചിന്തിക്കണം. ഈ അരിയാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാകും BJP തലസ്ഥാനത്ത് നിന്ന് എന്ത് ശക്തിയാണ് എന്നുള്ളത്. BJPക്ക് ഏതൊക്കെ സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാകും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്. CPM-ന്, ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 10 സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ലോക്പോൾ ഏജൻസി കൃത്യമായി പറയും. CPM-ന് 10 സീറ്റുകൾ നഷ്ടപ്പെടും. കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് 35 സീറ്റ് വർദ്ധിപ്പിച്ച്
45 എത്തും. എന്റെ അമ്മോ, എന്തൊരു കുതിപ്പെന്ന് കൊടുക്കണം. കഴിഞ്ഞ തവണ 35 സീറ്റുള്ള BJP 22 20 താഴും. എന്തൊരു തൊലിക്കെട്ടിയെന്ന് ഓർക്കണം ഇത്തരം ഒരു സർവേ നടത്തി പറയാൻ. എന്തായാലും ഈ സർവേ നടത്തുന്നവരുടെ രാഷ്ട്രീയവും സർവേ നടത്തുന്നവരുടെ പിന്നിലുള്ള താല്പര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ ജനങ്ങൾ വളരെ പുച്ഛത്തോടുകൂടി ഈ സർവേ തള്ളിക്കളയുമെന്നും ഇത് കൃത്യമായി ഒരു കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവിടുന്ന അജണ്ടയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് ഇക്കുറി BJPയുടെ മഹാവിജയം തന്നെ ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ഒരിക്കൽ BJPക്ക് അവസരം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഒരിക്കൽ BJPക്ക് അവസരം കൊടുത്തുകൂടാ എന്ന് തലസ്ഥാനത്ത് ജനങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. We'll be right back.